അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസിൽ പതിനെട്ടാമത്തെ പാഠം സ്വിലുൽ അർഹാം. സ്വിലു വസ്വലയ സ്വിലു സ്വിലു സിൽ സിലാ സ്വിലു സിലുൽ അർഹാം. നിങ്ങൾ കുടുംബബന്ധം ചേർക്കൂ. ഇന്നില്ലാത്ത ഒന്നാ മക്കളെ, അത് ഇന്നില്ലത്. എന്നൊക്കെ സ്വന്തം കാര്യം നോക്കുന്ന കാലമായിപ്പോയി. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ പരീക്ഷ നല്ലോണം ഉണ്ട്. ആയുസില്ലല്ലോ, ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ആയുസ് കുറയല്ലേ. പ്രായമുള്ളവർക്ക് ഇങ്ങനെ നിൽക്കുന്ന ചെറുപ്പക്കാരിങ്ങനെ മരണപ്പെട്ടു പോകണം. കുടുംബബന്ധം പുലർത്തണം. ദാരിദ്ര്യം കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുക. എന്തുകൊണ്ട്? കുടുംബബന്ധം പുലർത്തണില്ല. ഉമ്മാൻ്റെ കുടുംബം, ഉപ്പാൻ്റെ കുടുംബം, ഇവരൊക്കെ നമ്മൾ ആദരിക്കണം. അവരെ പോയി കാണണം, അവരെ കൂടെ ഇരിക്കണം, സംസാരിക്കണം. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആയുസ്സും കുറയും, പിന്നെ ജീവിതത്തിൽ ഐശ്വര്യം കുറയും, ഭക്ഷണം കിട്ടാതെ പ്രയാസങ്ങളുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ബലി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അബ്ദുൽ കരീമും ഉപ്പയും വീട്ടിൽ മടങ്ങിയെത്തി. അവൻ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് വലിയുമ്മയെ കാണാൻ പോകേണ്ടേ? ഉമ്മ, ഉളഹിയ്യത്ത് കഴിഞ്ഞ് മാംസം വിതരണം ചെയ്തതിനു ശേഷം പോകാം. ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും വിരുന്നിന് പോകാനൊരുങ്ങി. അവർ വണ്ടിയിൽ കയറി പുറപ്പെട്ടു. ഉപ്പ, നമുക്ക് വലിയമ്മയെ കണ്ട ശേഷം വലിയ അമ്മാവരെയും മൂത്തമ്മയുടെയും വീട്ടിൽ പോകണം. അബ്ദുൽ കരീം, നമുക്ക് വലിയമ്മയുടെ അടുത്ത് നിന്നാൽ മതിയാവില്ലേ? ഉപ്പ, അതു പറ്റില്ല. അവരെല്ലാവരും നമ്മുടെ കുടുംബക്കാരല്ലേ. അബ്ദുൽ കരീം, ആരാണീ കുടുംബക്കാർ? ഉപ്പ, മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. അത് പുണ്യകരമായ അമലാണ്. കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാകും, ആയുസ് വർദ്ധിക്കും. കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശമയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക എന്നിവയെല്ലാം കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങളാണ്. കുടുംബബന്ധം മുറിക്കൽ ഹറാമാണ്, കുറ്റകരമാണ്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. അവർക്ക് കഠിന ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ തൻസിലുർ റഹ്മതു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ. എങ്ങനെ? ലാ തൻസിലുർ റഹ്മ അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിം. കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. ഉമ്മ, മോനെ എഴുന്നേൽക്ക്, നമ്മൾ വലിയുമ്മയുടെ വീട്ടിലെത്തി. അമ്മാവനും വലിയുമ്മയും കുട്ടികളും അവരെ സ്വീകരിച്ചു. പേരിലുള്ളവരെ, ആ വീട്ടുകാർ
എല്ലാ ബോക്സ് നോക്കണേ, എല്ലാ പാഠത്തിൻ്റെയും ബോക്സ് നല്ല ശ്രദ്ധയോടെ പഠിക്കണം. നല്ല ഉപകാരം ഉണ്ടാവും, എല്ലാ ഉപകാരം തന്നെ, നല്ല ഉപകാരം ഉണ്ടാവും. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഊൻ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഊൻ. ഞാൻ ചോദിക്കട്ടെ, എടാ നമ്മളെ ദുറൂസിൽ ഒന്നാമത്തെ പാഠത്തിലെ ബോക്സിൽ എന്താ, രണ്ടാമത്തെ പാഠത്തിലെ ബോക്സിൽ എന്താ, അങ്ങനെ ഇങ്ങോട്ട് ചർച്ച ചെയ്തിട്ട് 20 പാഠത്തെ ബോക്സുകൾ പഠിച്ചാൽ എന്താ നിങ്ങൾ സൂപ്പറാവും. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഊൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുടുംബവുമായി ബന്ധമില്ലാത്തവനല്ലേ മുറിക്കുന്നവൻ. അങ്ങനെ കുടുംബവുമായി ബന്ധമില്ലാത്തവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുരുത്തവും പൊരുത്തവുമുള്ളവരായി ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സർവ്വപാപങ്ങളും നീ പൊറുത്തു തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ അല്ലാഹ്. അവർക്കുള്ള സർവ്വഘടങ്ങളും വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. ജോലിയിലും ബിസിനസ്സിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. വീടുകളൊക്കെ സന്തോഷമുള്ള വീടുകളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജ സഹോദരിമാർക്കൊക്കെ നീ ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. മക്കളാകുന്ന ഞങ്ങൾക്ക് രോഗം നൽകി ഞങ്ങളെ മാതാപിതാക്കൾക്ക് രോഗം നൽകി ഞങ്ങളെയോ നീ പരീക്ഷിക്കല്ല റഹ്മാനേ. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നിന്റെ ഇഷ്ടത്തിലായി ദീർഘായുസ് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.